അനന്തു പഠിച്ച ക്ലാസ് റൂമിലാണ് ഇപ്പോൾ അനന്തുവിൻ്റെ ടീച്ചറായിട്ടുള്ള സിനി ടീച്ചർ, ക്ലാസ് ടീച്ചറായിട്ടുള്ള സിനി ടീച്ചറുണ്ട്, അനന്തുവിൻ്റെ അടുത്ത കൂട്ടുകാരുണ്ട്. ഇതേ ബെഞ്ചിൽ ഇവിടെ ഈ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച അനന്തുവാണ് ഒരു അവധി കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പോയത്. പക്ഷേ ദുഃഖകരമായ വാർത്തയാണ്. ആ വാർത്ത അറിഞ്ഞ് ഇന്ന് അനന്തുവിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ പൊതുദർശനത്തിന് അവൻ്റെ മൃതദേഹം കണ്ട ശേഷം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഈ ക്ലാസ് റൂമിലെ തന്നെ അനന്തുവിൻ്റെ അടുത്തിരുന്ന ബെഞ്ചുകളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളെ, കൂടെ പഠിച്ച കുട്ടികളെ കാണാം. ആ ക്ലാസ് ടീച്ചർ സിനി ടീച്ചർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെയും നമ്മളോട് പ്രതികരിച്ചതാണ്. വളരെ ഉത്സാഹിയായ ഒരു കുട്ടി. അനന്തുവിൻ്റെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ നമ്മളോട് പറഞ്ഞു, വളരെ സ്പോർട്സിലൊക്കെ വളരെ സജീവമായി പാട്ട് പാടുന്ന ഒരു കുട്ടി. അങ്ങനെ ഈ ഒരു അവധി കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെ പോയ കുട്ടിയാണ് മടങ്ങി വരാത്തത്. സിനി ടീച്ചർ തന്നെ നമ്മളോട് സംസാരിക്കും. ടീച്ചറെ, ദുഃഖകരമായ അവസ്ഥയാണ്. മനുഷ്യനെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിശ്വസനീയമായ കാര്യം തന്നെയാണ്. രാത്രിയിൽ ഈ വാർത്ത കേൾക്കുമ്പോഴും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുവെന്ന്. ഒത്തിരി അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് സ്ഥിരീകരിക്കുന്നത്. കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അനന്തു ഒരാഴ്ചയായുള്ള ക്ലാസ് തുറന്നിട്ട്, പക്ഷേ നമ്മുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ പോലും ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെ, എനിക്ക് തന്നെ. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായ ഒരു നമ്മുടെ മനസ്സിൽ എല്ലാ കുട്ടികളെയും സ്ഥാനം അങ്ങനെ പിടിച്ചോണമെന്നില്ല. പക്ഷേ ഈ കുട്ടി നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ചിരിയും നമ്മളെ പറയുമ്പോഴുള്ള ആ പ്രസൻറ്റ് വിളിക്കുമ്പോഴുള്ള ഭാവവും എല്ലാം. അവധി കഴിഞ്ഞ് നാളെ എത്തുമ്പോൾ സിനി ടീച്ചർ പേര് വിളിക്കുമ്പോൾ പ്രസൻറ്റ് സാർ എന്ന് ടീച്ചർ എന്ന് പറയേണ്ട അനന്തുവാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അനന്തുവിനൊപ്പം ഇരുന്ന കുട്ടികൾ നമുക്കിപ്പോൾ ഈ ക്ലാസ് റൂമിനകത്ത് ഇരിപ്പുണ്ട്. അവരോട് നമുക്ക് എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക, എങ്ങനെയാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊന്നും എനിക്ക് പോലും നിശ്ചയമില്ല. കുട്ടികളോട്, വളരെ ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് ഒരു അവധിക്കാലം കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് വളരെ പ്രതീക്ഷയോടെ വന്നവർ, ഒന്നിച്ച് കളിച്ചവർ, ഏങ്ങിക്കരയുന്ന കുട്ടിയെ നമുക്ക് കാണാം. നമുക്ക് അത്തരം കാര്യങ്ങൾ, സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നതിന് തന്നെ വല്ലാത്ത വിഷമമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരിട്ട് കാണുന്ന ആ ഒരു അവസ്ഥയും വളരെ ദയനീയമാണ്. മോൻ്റെ പേരെന്താ? അടുത്ത കൂട്ടുകാരനായിരുന്നു അല്ലേ? ഒന്നിച്ച് കളിക്കുകയൊക്കെ. എപ്പോഴാണ് അറിഞ്ഞത് മോനിത്? പേരാദ്യം അനന്തു എന്നല്ലല്ലോ പറഞ്ഞിരുന്നത്, ജിത്തു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നല്ലേ? അനന്തുവിൻ്റെ ക്ലാസ്സിലെ ബെഞ്ച് ഏതായിരുന്നു? അടുത്തായിരുന്നല്ലേ ഒപ്പം ഇരുന്നത്? മോൻ്റെ പേരെന്താ? ശ്രീഹരി. അടുത്ത കൂട്ടുകാരനായിരുന്നു. എപ്പോൾ അറിഞ്ഞ മോനിത്? ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത്. രാവിലെയാണ് അറിഞ്ഞത് അല്ലേ? വാർത്ത അറിഞ്ഞിട്ട് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവസാനം നമ്മൾ പോകുമ്പോഴും ഒന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്ത് യാത്ര പറഞ്ഞ് പോയതാണല്ലേ? ഞങ്ങളിവിടെ വ്യാഴാഴ്ചയൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ ടീച്ചറൊന്നും പഠിപ്പിക്കാത്തപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വിചാരിച്ചവനൊക്കെ വരുന്നു. ഇപ്പം പോയില്ലേ, ഒന്നും പറയാല്ല. അതുതന്നെയാണ് കുട്ടികൾ എന്താണ് പറയുക, എന്താണ് അവർക്ക് പ്രതികരിക്കാൻ കഴിയുക. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കളിക്കൂട്ടുകാരനെ ഒന്നിച്ച് ഒരേ ക്ലാസ് റൂമിലിരുന്ന് കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കഥകളും കവിതകളും ഒക്കെ കേട്ടും അധ്യാപകർ പറയുന്ന പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ചും ഒക്കെ തന്നെ സൗഹൃദത്തിൻ്റെ വല്ലാത്തൊരു ഇഴയടപ്പം ഉള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ജീവിതത്തിൽ ഒരു നിർണായകമായ ഒരു ടേണിംഗ് പോയിൻ്റാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള ആ സൗഹൃദത്തിനിടയിൽ ഒരു അവധിയിലേക്ക് പോയ കുട്ടി അനന്തു മടങ്ങിയെത്തിയില്ല. അതിൻ്റെ വൈഷമ്യമാണ്, അവൻ്റെ സങ്കടകരമായ അവസ്ഥയാണ്. അല്പം മുമ്പാണ് അവൻ്റെ മൃതദേഹം ഈ സ്കൂൾ അങ്കണത്തിൽ, അവൻ ഫുട്ബോൾ കളിക്കുകയും ഓടിക്കളിക്കുകയും ചെയ്യുന്ന അങ്കണത്തിൽ അവൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.